നമസ്കാരം, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സജിത്ത് ഓക്കെ, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ഗവൺമെൻറ് IT, SSCDD, നീലേശ്വരം. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ടേമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന മോഡ്യൂളിൽ വരുന്ന സിമെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാൻ പോകുന്നത്. Objectives. At the end of this lesson, you shall be able to. ലക്ഷ്യങ്ങൾ, അതായത് ഈ പാഠഭാഗം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ കഴിവ് നേടുന്നു എന്നതിനെ പറ്റിയാണ് പറയുന്നത്. Describe the types of cement. Explain the tests for cement. Describe admixtures. Describe cement waterproofers. പലതരത്തിലുള്ള സിമെൻറ്റുകൾ ഏതൊക്കെയാണെന്നും സിമെൻറ്റിൻ്റെ ടെസ്റ്റുകൾ അഥവാ പരിശോധനകൾ എന്തൊക്കെയാണെന്നും ആഡ്മിക്സ്ചർ എന്താണെന്നും അതുപോലെ സിമെൻറ്റ് വാട്ടർ പ്രൂഫേഴ്സ് എന്താണെന്നുമൊക്കെയുള്ള കാര്യങ്ങളിൽ നാം ഇന്നത്തെ പഠനത്തിലൂടെ കഴിവ് നേടുന്നു. Types of cement. Following are the types of cement as per Bureau of Indian Standards BIS. ആദ്യമായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പലതരത്തിലുള്ള സിമെൻറ്റുകളെ കുറിച്ചാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഥവാ BIS പ്രകാരമുള്ള പലതരത്തിലുള്ള സിമെൻറ്റുകളാണ് താഴെ പറയുന്നത്. 1. Ordinary Portland Cement, that is OPC or Normal Setting Cement in 3 grades. A. Grade 33 as per IS 269/1989 designated as C33. B. Grade 43 as per IS 269/1989 designated as C43. C. Grade 53 as per IS 269/1989 designated as C53, where 33, 43, 53 indicates the compressive strength of cement in Newton per mm square. 3 തരത്തിലുള്ള ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റുകളാണ് ഇവിടെ കാണുന്നത്. ഗ്രേഡ് 33, ഗ്രേഡ് 43, ഗ്രേഡ് 53. ഇതിൽ 33, 43, 53 എന്നിവ സൂചിപ്പിക്കുന്നത് സിമെൻറ്റിൻ്റെ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലുള്ള കംപ്രസീവ് സ്ട്രെങ്ത്തിനെയാണ്. 2. Portland Pozzolana Cement, that is PPC. This is the mixture of OPC and Pozzolana in 2 types. A. As per IS 1489 Part 1 1991 fly ash based. B. As per IS 1489 Part 2 1991 calcined clay based. രണ്ടാമതായിട്ടുള്ള തരത്തിലുള്ള സിമെൻറ്റ് പോർട്ട്ലാൻഡ് പൊസോലാന സിമെൻറ്റ് അല്ലെങ്കിൽ PPC ആണ്. ഇത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെയും പൊസോലാനയുടെയും ഒരു മിക്സ്ചറാണ്. ഇത് 2 വിധത്തിലുണ്ട്. IS 1489 പാർട്ട് 1 1991 പ്രകാരം ഫ്ലൈ ആഷ് ബേസ്ഡും IS 1489 പാർട്ട് 2 1991 പ്രകാരം കാൽസൈൻഡ് ക്ലേ ബേസ്ഡ് ആയിട്ടുള്ളത്. Then 3. Sulfate resisting cement as per IS 12330 1988. 4. Portland slag cement PSC as per IS 455 1989. 5th one, low heat cement as per IS 12600 1989. 6. Rapid hardening or high early strength cement as per IS 8041 1990. 7. Colored cement, that is Colorcrete as per IS 8042 1989. 8. White cement, that is Snowcrete as per IS 8042 1989. 9. Oil well cement as per IS 8229 1986. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള സിമെൻറ്റിൻ്റെ പല തരങ്ങളെക്കുറിച്ചാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ പ്രകാരമുള്ള പലതരത്തിലുള്ള സിമെൻറ്റുകളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 ഹൈഡ്രോഫോബിക് സിമെൻറ്റ് ആസ് പെർ IS 8043 1991. 11 masonry cement as per IS 3466 1988. 12 super sulfate cement as per IS 6909 1990. 13 high alumina cement as per IS 6452 1989. 14 expanding cement. 15 concrete sleeper grade cement. 16 quick setting cement. 17 blast furnace cement. 18 acid resistant cement. 19 modified Portland cement. And 20 extra rapid hardening cement. പലതരത്തിലുള്ള സിമെൻറ്റുകളാണിവ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ളത്. യൂസസ് ഓഫ് സം ടൈപ്സ് ഓഫ് സിമെൻറ്റ്. ചിലതരം സിമെൻറ്റുകളുടെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ 11 തരത്തിലുള്ള സിമെൻറ്റുകളും അവയുടെ ഉപയോഗങ്ങളെയും സൂചിപ്പിച്ചിട്ടുണ്ട്. 1. Ordinary Portland cement, that is OPC. Uses used for general concrete structures. ഇവ സാധാരണ കോൺക്രീറ്റ് സ്ട്രക്ചറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. 2. Acid resistant cement. Used for acid and heat resistant coating of chemical factory. ഇത്തരത്തിലുള്ള സിമെൻറ്റ് കെമിക്കൽ ഫാക്ടറികളുടെ ഉൾവശവും മറ്റും ആസിഡിനെയും ചൂടിനെയും പ്രതിരോധിക്കുന്ന തരത്തിലുള്ള കോട്ടിംഗ്, അതായത് പ്ലാസ്റ്ററിങ് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. 3. Rapid hardening Portland cement. Used for where rapid strength is needed. വളരെ പെട്ടെന്ന് തന്നെ സ്ട്രെങ്ത് അഥവാ ബലം ആവശ്യമുള്ള അവസരങ്ങളിൽ ഇത്തരം സിമെൻറ്റ് ഉപയോഗിക്കുന്നു. 4. Blast furnace cement. Used for mass concrete structure construction. മാസ് അഥവാ ഘനമേറിയ കോൺക്രീറ്റ് നിർമ്മാണ പ്രവൃത്തികൾക്കാണ് ബ്ലാസ്റ്റ് ഫർണസ് സിമെൻറ്റ് ഉപയോഗിക്കുന്നത്. 5. Expanding cement. Used for the construction of water retaining structures for repairing the damaged concrete structures. Expanding cement വെള്ളം കെട്ടി നിർത്തേണ്ടുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കും കേടുപാടുവന്ന കോൺക്രീറ്റ് സ്ട്രക്ചറുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ഉപയോഗിക്കുന്നു. 6. Colored cement. Used for floor finishing, artificial marble making, etc. Colored cement, നിറമുള്ള സിമെൻറ്റ്. ഇത്തരം സിമെൻറ്റ് നിലം ഒരുക്കിയെടുക്കുന്നതിനും അതായത് ഫ്ലോർ ഫിനിഷിങ്ങിനും കൃത്രിമ മാർബിൾ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. 7. High alumina cement. Used for works in chemical plants and furnaces. കെമിക്കൽ പ്ലാന്റുകളുടെയും അഥവാ രാസനിർമ്മാണശാലകളുടെയും ഫർണസ് അഥവാ ചൂളകളുടെയും നിർമ്മാണ പ്രവൃത്തികൾക്ക് ഹൈ അലൂമിന സിമെൻറ്റ് ഉപയോഗിക്കുന്നു. 8. Hydrophobic cement. Used for damp and cold area works. ഹൈഡ്രോഫോബിക് സിമെൻറ്റ് സാധാരണ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലെയും തണുപ്പേറിയ സ്ഥലങ്ങളിലെയും നിർമ്മാണ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്നു. 9. Modified Portland cement. Used for heavy construction works like abutment, retaining wall, large piers, etc. മോഡിഫൈഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന തരത്തിലുള്ള സിമെൻറ്റ് അബട്ട്മെൻറ്റുകൾ, റീറ്റെയിനിങ് വാളുകൾ, വലിപ്പമേറിയ തൂണുകൾ എന്നീ ഭാരമേറിയ നിർമ്മിതികളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. 10. Extra rapid hardening cement. Used for cold weathering concrete work. തണുപ്പേറിയ കാലാവസ്ഥയിലുള്ള ഇടങ്ങളിൽ കോൺക്രീറ്റ് നിർമ്മാണ പ്രവൃത്തികൾക്ക് ഇത്തരം സിമെൻറ്റ് ഉപയോഗിക്കുന്നു. Then sulfate resisting Portland cement. It is used as places where sulfate action is severe.
സൾഫേറ്റിൻ്റെ രൂക്ഷമായ ആക്രമണമുള്ള സ്ഥലത്ത് അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം സിമൻറ്റ് ഉപയോഗിക്കുന്നു. ടെസ്റ്റ് ഫോർ സിമൻറ്റ്. ഇനി പറയുന്നത് സിമൻറ്റിൻ്റെ ടെസ്റ്റ് അഥവാ പരിശോധനകളെ കുറിച്ചാണ്. The quality of the cement can be tested in laboratory by the following tests based on IS 269-1958. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 269/1958 പ്രകാരം സിമൻറ്റിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായുള്ള താഴെ പറയുന്ന ലാബോറട്ടറി ടെസ്റ്റുകൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഫൈൻനെസ് ടെസ്റ്റ്. ടു നോ ദ ഫൈൻനെസ് ഓഫ് സിമൻറ്റ് പാർട്ടിക്കിൾസ് by sieve test, that is using IS sieve number 9 or surface area test. സിമൻറ്റ് പൊടിയിലെ കണികകളുടെ നേർമ എത്രത്തോളം ഉണ്ടെന്നുള്ള പരിശോധനയാണ് ഈ ടെസ്റ്റിലൂടെ കണ്ടെത്തുന്നത്. ഈ പരിശോധന IS sieve നമ്പർ 9 ഉപയോഗിച്ചുള്ള സീവ് ടെസ്റ്റ് അഥവാ അരിപ്പ ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ് പ്രകാരമോ സർഫസ് ഏരിയ ടെസ്റ്റ് പ്രകാരമോ നടത്തുന്നു. Compressive strength test. To know the compressive strength of cement by cement cubes are prepared and tested after 3, 7 and 28 days of curing. സിമൻറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അഥവാ അമർച്ചാബലം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുന്ന പരിശോധനയാണ് ഇത്. സിമൻറ്റ് ഉപയോഗിച്ചുള്ള ക്യൂബ് അഥവാ ചതുരക്കട്ടകൾ നിർമ്മിച്ച് 3 ദിവസം, 7 ദിവസങ്ങൾ, 28 ദിവസങ്ങൾ ക്യൂറിംഗ് അഥവാ നന്നായി നനച്ച് പിന്നീട് പരിശോധന നടത്തിയാണ് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്. കൺസിസ്റ്റൻസി ടെസ്റ്റ്. ടു നോ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ആഡഡ് ഫോർ ടെസ്റ്റിംഗ് ദ സിമൻറ്റ് ഫോർ സെറ്റിംഗ് ടൈം, സൗണ്ട്നെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. വിക്കേറ്റ്സ് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ ദിസ് ടെസ്റ്റ്. സിമൻറ്റിൽ എത്രത്തോളം വെള്ളം ചേർക്കണം, അത് ഒരു ഐഡിയൽ പേസ്റ്റ് അഥവാ ഉത്തമമായ പേസ്റ്റ് ആകുവാൻ എന്ന് കണ്ടുപിടിക്കുന്ന പരിശോധനയാണ് ഇത്. ഈ ടെസ്റ്റ് പ്രകാരമാണ് സെറ്റിംഗ് ടൈം ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ്, കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് എന്നിവയ്ക്കുള്ള സിമൻറ്റ് ചാന്ത് തയ്യാറാക്കുന്നതിലേക്കുള്ള കൃത്യമായ വെള്ളത്തിൻ്റെ കണക്ക് നിർണ്ണയിക്കുന്നത്. വിക്കേറ്റ്സ് അപ്പാരറ്റസ് ആണ് ഈ പരിശോധനക്കായി ഉപയോഗിക്കുന്ന ഉപകരണം. Setting time test. To know the initial and final setting time of cement, ordinary cement shall have an initial setting time of not less than 30 minutes and the final setting time of not more than 10 hours. Vickers apparatus is used for this test. സിമൻറ്റിൻ്റെ പരിശോധനകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി സെറ്റിംഗ് ടൈം ടെസ്റ്റാണ്. സിമൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും എത്രയാണെന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണിത്. സാധാരണ സിമൻറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റുകളിൽ കുറയാത്തതും ഫൈനൽ സെറ്റിംഗ് ടൈം 10 മണിക്കൂറിൽ കൂടാത്തതും ആവണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. വിക്കേറ്റ്സ് അപ്പാരറ്റസ് ഉപയോഗിച്ചാണ് ഈ പരിശോധന നടത്തുന്നത്. സൗണ്ട്നെസ് ടെസ്റ്റ്. ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ഫ്രീ ലൈം ആൻഡ് മഗ്നീഷ്യ. ലേ ഷാറ്റ്ലിയേഴ്സ് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ ദിസ് ടെസ്റ്റ്. സിമൻറ്റിൻ്റെ സ്വതന്ത്രാവസ്ഥയിൽ സിമൻറ്റിൽ എത്രത്തോളം ലൈം അഥവാ കുമ്മായം, മഗ്നീഷ്യ എന്നിവ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന പരിശോധനയാണിത്. ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് ഉപയോഗിച്ചാണ് ഈ പരിശോധന നടത്തുന്നത്. ഇത്രയുമാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പ്രധാനപ്പെട്ട സിമൻറ്റിൻ്റെ ലാബോറട്ടറി പരിശോധനകൾ. Following field tests, that is visual and hand examination, may be carried out to ascertain roughly the quality of cement. സിമൻറ്റിൻ്റെ പരിശോധനകളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BIS പ്രകാരമുള്ള പരിശോധനകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി താഴെ പറയുന്ന ഫീൽഡ് ടെസ്റ്റുകൾ പ്രകാരം, അതായത് നോക്കിയും കൈകൊണ്ട് പരിശോധിച്ചും നമുക്ക് സിമൻറ്റ് ഗുണമേന്മയുള്ളതാണോ എന്ന് ഏകദേശം കണ്ടുപിടിക്കാവുന്നതാണ്. Color should be greenish gray. Presence of lumps pressed between the thumb and forefinger, it should be powdered. Rubbing. When rubbed with the fingers, it should feel smooth. When a handful of cement thrown into a bucket of water, it floats.
One should feel cool when a hand inserted into a bag of cement. ഒന്നാമതായി സിമെന്റിന്റെ നിറം ഗ്രീനിഷ് ഗ്രേ അഥവാ പച്ച കലർന്ന ചാരനിറം തന്നെയാണോ എന്ന് നോക്കി ഉറപ്പുവരുത്താം. രണ്ടാമതായി സിമെന്റിൽ കട്ടകളുണ്ടോ എന്ന് കൈ ഉപയോഗിച്ച് പരിശോധിക്കുകയും അവയെ വിരലുകൾ ഉപയോഗിച്ച് പൊടിക്കേണ്ടതുമാണ്. മൂന്നാമതായി സിമെന്റ് വിരലുകൾ ഉപയോഗിച്ച് ഉരസുമ്പോൾ നമുക്കത് സ്മൂത്ത് അഥവാ മാർദ്ദവമേറിയ അല്ലെങ്കിൽ നേർമയുള്ളതായിട്ട് അനുഭവപ്പെടണം. നാലാമതായി ഒരു പിടി സിമെന്റ് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ സിമെന്റ് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കണം. അഞ്ചാമതായി പുതുതായി സിമെന്റ് ബാഗ് തുറന്നയുടൻ അതിനകത്തേക്ക് കൈ കടത്തിയാൽ തണുപ്പ് അനുഭവപ്പെടണം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫീൽഡ് ടെസ്റ്റുകൾ. Admixtures. These are the materials which added in cement mortar or cement concrete to improve their quality. അടുത്തതായി പഠിക്കുവാൻ പോകുന്നത് admixture എന്താണ് എന്നതിനെ കുറിച്ചാണ്. സിമെന്റ് ചാന്തിലോ സിമെന്റ് കോൺക്രീറ്റിലോ ചേർക്കുമ്പോൾ മോർട്ടാറിൻ്റെയും കോൺക്രീറ്റിൻ്റെയും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളെയാണ് admixtures എന്ന് പറയുന്നത്. ഇവ പല ബ്രാൻഡ് നെയിമുകളിൽ വിപണിയിൽ ലഭ്യമാണ്. ചിലതിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. The admixtures serves the following purposes. Admixtureകൾ താഴെ പറയുന്ന ഗുണങ്ങൾ നൽകുന്നു. To improve the workability, to retard setting action of the cement mortar and cement concrete, to increase the bond strength between reinforcement and cement concrete, to improve the waterproofing properties of the cement mortar or cement concrete, to reduce shrinkage during setting of cement mortar or cement concrete, to reduce bleeding and segregating effect of cement concrete. താഴെ പറയുന്ന ഗുണങ്ങൾ admixture ചേർക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നു. ഒന്നാമതായി വർക്കബിലിറ്റി മെച്ചപ്പെടുത്താം. സിമെന്റ് കോൺക്രീറ്റിൻ്റെയും മോർട്ടാറിൻ്റെയും സെറ്റിംഗ് ആക്ഷൻ വൈകിപ്പിക്കാം. മൂന്നാമതായി സിമെന്റ് കോൺക്രീറ്റും റീഇൻഫോഴ്സ്മെൻറ്റും അതായത് കമ്പികളും തമ്മിലുള്ള കെട്ടുറപ്പ് ഉയർത്താം. നാലാമതായി സിമെന്റ് മോർട്ടാറിൻ്റെയും കോൺക്രീറ്റിൻ്റെയും വാട്ടർ പ്രൂഫിംഗ് പ്രോപ്പർട്ടി മെച്ചപ്പെടുത്താം. അഞ്ചാമതായി സിമെന്റ് മോർട്ടാറും കോൺക്രീറ്റും സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷ്രിങ്കേജ് അഥവാ ചുരുങ്ങലിനെ കുറക്കുവാൻ പറ്റും. അവസാനമായി സിമെന്റ് കോൺക്രീറ്റിൻ്റെ ബ്ലീഡിങ്ങും അഥവാ മോർട്ടാർ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയും സെഗ്രിഗേറ്റിംഗ് എഫക്റ്റും അഥവാ കോസഗ്രിഗേറ്റ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയും കുറക്കുവാൻ കഴിയും. എന്നിവയൊക്കെയാണ് admixtureകൾ ചേർക്കുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ. Cement waterproofers. Cement waterproofers render cement mortar or concrete watertight either by filling the pores physically or reacting chemically. The waterproofers may be powder, paste or liquid form. The quantity to be added must be in accordance with the instructions of the manufacturers. സിമെന്റ് വാട്ടർ പ്രൂഫേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അവസാനമായി പഠിക്കുവാൻ പോകുന്നത്. സിമെന്റ് വാട്ടർ പ്രൂഫേഴ്സ് എന്ന വസ്തു സിമെന്റ് കോൺക്രീറ്റിലും ചാന്തിലും ചേർക്കുകയാണെങ്കിൽ അവ കോൺക്രീറ്റിനെയും മോർട്ടാറിലെയും പോറസ് അഥവാ സുഷിരങ്ങൾ ഫിസിക്കലി അടച്ചുകൊണ്ടോ കെമിക്കലി റിയാക്ട് ചെയ്തോ അഥവാ രാസപ്രതിപ്രവർത്തനം നടത്തിയോ സിമെന്റ് കോൺക്രീറ്റിനെയും മോർട്ടാറിനെയും കൂടുതൽ വാട്ടർ ടൈറ്റ് വെള്ളം ചോരാത്ത അവസ്ഥ സംജാതമാക്കുന്നു. വാട്ടർ പ്രൂഫേഴ്സ് പൊടി രൂപത്തിലോ പേസ്റ്റ് അഥവാ കുഴമ്പ് രൂപത്തിലോ ദ്രാവക രൂപത്തിലോ ലഭ്യമാണ്. എത്രത്തോളം അളവിൽ അത് ചേർക്കണമെന്നത് നിർമ്മാതാക്കളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. പല ബ്രാൻഡുകളിൽ സിമെന്റ് വാട്ടർ പ്രൂഫേഴ്സ് വിപണിയിൽ ലഭ്യമാണ്. Cement waterproofers are required for the construction and maintenance of all water retaining structures, especially for സിമെന്റ് വാട്ടർപ്രൂഫേഴ്സ് താഴെ പറയുന്ന വെള്ളവുമായി കൂടുതൽ ബന്ധപ്പെടുന്ന നിർമ്മാണങ്ങൾക്കും അവയുടെ പരിപാലനങ്ങൾക്കും ആവശ്യമാണ്. പ്രധാനമായും സ്വിമ്മിംഗ് പൂൾസ് നീന്തൽക്കുളങ്ങൾ, ബേസ്മെൻറ്റ്സ് തറകൾ, ഹോസ്പിറ്റൽ ബിൽഡിംഗ്സ് ആശുപത്രി കെട്ടിടങ്ങൾ, റെഫ്രിജറേഷൻ റൂം
ശീതീകരണ മുറികൾ, കോൾഡ് സ്റ്റോറേജസ്, ശീതീകരണ സംഭരണികൾ, വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് വർക്ക്സ്, കുടിവെള്ള വിതരണ മാലിന്യജല നിർമ്മാർജ്ജന പ്രവൃത്തികൾ, എക്സ്റ്റീരിയർ പ്ലാസ്റ്ററിംഗ് വർക്ക്സ്, പുറം ചുമരുകൾ തേപ്പ് ചെയ്യൽ പ്രവൃത്തികൾ, ടോയ്ലറ്റ്സ്, ബാത്റൂം ആൻഡ് കിച്ചൺ, റിസർവോയേഴ്സ് അഥവാ ജലസംഭരണികൾ. മുകളിൽ പറഞ്ഞവയുടെ നിർമ്മാണ സമയത്തും അല്ലെങ്കിൽ അവ ഏതെങ്കിലും കാരണവശാൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടുന്ന സമയത്തും വാട്ടർ പ്രൂഫേഴ്സ് ചേർക്കാം. ഈർപ്പത്തെ പ്രതിരോധിക്കാനും ചോർച്ച ഒഴിവാക്കുവാനും ഇവ സഹായകമാണ്. സമ്മറി: ടൈപ്സ് ഓഫ് സിമെന്റ്, ടെസ്റ്റ് ഫോർ സിമെന്റ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് പർപ്പസസ് ഓഫ് admixtures, ഡിസ്ക്രിപ്ഷൻ ആൻഡ് യൂസസ് ഓഫ് സിമെന്റ് വാട്ടർ പ്രൂഫേഴ്സ്. ഇനി സമ്മറി അഥവാ സംഗ്രഹം. നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിലൂടെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിമെന്റിൻ്റെ വിവിധ തരങ്ങൾ, സിമെന്റിൻ്റെ പരിശോധനകൾ, ആഡ്മിക്സറിൻ്റെ നിർവചനവും ആവശ്യകതകളും, സിമെന്റ് വാട്ടർ പ്രൂഫേഴ്സിൻ്റെ നിർവചനവും ഉപയോഗങ്ങളും എന്നിവയാണ് പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് പഠിച്ച പാഠഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.